ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ, നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അതേപോലെ നമ്മുടെ പ്രവർത്തന പുസ്തകം, കുഞ്ഞെഴുത്തുന്ന നമ്മുടെ പ്രവർത്തന പുസ്തക ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ആണ്. എന്താ 10ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? വീട് കെട്ടണം ടിയ ടിയ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. 10ാമത്തെ ചാപ്റ്റർ ആണ്. അവിടെ 9 തെറ്റി കൊടുത്തിരിക്കുകയാണ്. 10ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് ആണിത്. അപ്പോൾ എന്താ ചിത്രത്തിൽ എന്താ കാണുന്നത്? വീട് കാണും. കുറേ വീടുകളുണ്ട് അല്ലേ? കുറേ കുടിലുകൾ, ചെറിയ ചെറിയ കുടിലുകളുണ്ട്. പിന്നെന്താണ്? ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു പക്ഷിയിലെ, ഈ പക്ഷിയുടെ പേരാണ് പൂങ്കിളി. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? കണ്ടോ? എന്താ ഈ പക്ഷിയുടെ പേരെന്താ? പൂങ്കിളി. അപ്പൊ പൂങ്കിളി ആകാശത്തൂടെ പറന്ന് പോകുമ്പോ എന്താ കാണുന്നത്? കുറേ താഴത്തായിട്ട് കുറേ വീടുകൾ കാണുകയാണ് അല്ലേ? അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? വീട് കെട്ടണം ടിയ ടിയ. വീട് കെട്ടണം ടിയ ടിയ. അപ്പൊ നമുക്കൊരു ആദ്യം തന്നെ ഒരു ചെറിയൊരു കവിതയാണ് തന്നിരിക്കുന്നത്. നമുക്കത് ആദ്യം വായിച്ചു നോക്കാം. വീട് കെട്ടണം ടിയ ടിയ, പുല്ല് വെട്ടണം ടിയ ടിയ, തൂണ് നാട്ടണം ടിയ ടിയ, മോന്തായം കെട്ടണം ടിയ ടിയ, മണ്ണ് കിളയ്ക്കണം ടിയ ടിയ, മണ്ണ് കുഴയ്ക്കണം ടിയ ടിയ, തറ ഒരുക്കണം ടിയ ടിയ, ചുമര് കെട്ടണം ടിയ ടിയ. അപ്പൊ എന്താ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വീടിനെ കുറിച്ചാണ്. അതായത് നമ്മൾ വീട് എങ്ങനെയാണ്, പല തരത്തിലുള്ള വീടുകളെ കുറിച്ചും വീട് കെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ വീട് കെട്ടുന്ന ഒരു ചെറിയൊരു കുടില് കെട്ടുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഓരോ വരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ്? പുല്ല് വെട്ടണം, തൂണ് നാട്ടണം, മോന്തായം പറഞ്ഞാൽ എന്താ? മേൽക്കൂര. ഈ മേൽവശത്തെയാണ് മോന്തായം എന്ന് പറയാം. മോന്തായം കെട്ടണം, മണ്ണ് കിളയ്ക്കണം, മണ്ണ് കുഴയ്ക്കണം. എന്തിനാണ്? തറ ഒരുക്കുക അല്ലെ? നിലം ഒരുക്കാൻ വേണ്ടിയിട്ട്, തറ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണ് കുഴയ്ക്കണം. പിന്നെന്താ? ചുമര് കെട്ടണം. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യണം? 3 വരിയിലൂടെ കൂട്ടിച്ചേർക്കണം. എന്തൊക്കെ നമുക്ക് എഴുതാം? പുല്ല് പുതയ്ക്കണം ടിയ ടിയ, ചുമര് തേക്കണം ടിയ ടിയ, വെള്ള പൂശണം ടിയ ടിയ. വെള്ള പൂശുക പറയുന്നത് എന്താ? ചുമരില് നമ്മൾ വെള്ള നിറം അല്ലെ, വെള്ള കളർ കൊടുക്കുകയാണ് വെള്ള പൂശുക പറയണത്. അപ്പൊ ക്രമത്തിലാക്കി ചൊല്ലൂ. അതായത് ഇതെന്താണ്? ക്രമത്തിലാക്കിയിട്ട് ആദ്യം തന്നെ എന്താണ് എന്തായിരിക്കും ഒരു വീട് കിട്ടുമ്പോൾ ആദ്യം ഏതായിരിക്കും ഫസ്റ്റ് വരിക? തറ ഒരുക്കുന്നതാണോ? അല്ല അല്ലെ? അപ്പൊ എന്തൊക്കെയാണോ ഓർഡറിൽ ചൊല്ലി നോക്കാനാണ് പറയണത്. അപ്പൊ നമുക്ക് അത് ഒരു തവണ കൊടുത്ത് വായിക്കാം. വീട് കെട്ടണം ടിയ ടിയ, പുല്ല് വെട്ടണം ടിയ ടിയ, തൂണ് നാട്ടണം ടിയ ടിയ, മോന്തായം കെട്ടണം ടിയ ടിയ, മണ്ണ് കിളയ്ക്കണം ടിയ ടിയ, മണ്ണ് കുഴയ്ക്കണം ടിയ ടിയ, തറ ഒരുക്കണം ടിയ ടിയ, ചുമര് കെട്ടണം ടിയ ടിയ, പുല്ല് പുതയ്ക്കണം ടിയ ടിയ, ചുമര് തേക്കണം ടിയ ടിയ, വെള്ള പൂശണം ടിയ ടിയ. അപ്പൊ അങ്ങനെ നമ്മുടെ പൂങ്കിളി ആകാശത്തിലൂടെ പറന്ന് പോകുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. എന്ത് കാഴ്ച? നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ്. കേക്ക് കൊണ്ടൊരു വീട്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന വീട് കണ്ടില്ലേ? ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട് പോലെയല്ല കേട്ടോ. ഈ വീട് എന്താന്ന് വെച്ചാൽ കേക്ക് കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫുള്ള് കേക്കാണ്. ഓക്കെ. പാടി പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു. എന്തായിരുന്നു ആ കാഴ്ച? ഭംഗിയുള്ള ഒരു വീട്. എങ്ങനെയുള്ള വീടാണ്? ഭംഗിയുള്ള ഒരു വീട്. എന്താണ് ആ വീടിന്റെ പ്രത്യേകത? മുറ്റം നിറയെ മഞ്ചാടിമണികൾ. എന്തായിരുന്നു മുറ്റം നിറയുള്ളത്? മഞ്ചാടിമണികൾ. ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ. ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വിശേഷം? പൂങ്കിളി ചോദിച്ചു. ആരോടാണ് പൂങ്കിളി ചോദിക്കുന്നത്? വീടിനോടാണ് കേട്ടോ. വീടിനോട് പൂങ്കിളി ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഇവിടെ എന്താ വിശേഷം? അപ്പൊ വീടാണ് ഉത്തരം പറയുന്നത്. വീട് എന്ത് പറഞ്ഞു? ഇന്ന് എൻ്റെ പിറന്നാളാ. അതായത് വീട് പറയാണ് ഇന്ന് എൻ്റെ പിറന്നാളാ. അതാണ് അലങ്കരിച്ചിരിക്കുന്നത്. നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അപ്പൊ നമ്മൾ എന്ത് പറയും? പിറന്നാൾ, നമ്മുടെ ബർത്ത്ഡേ ആണ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മൾ വിഷ് ചെയ്യുക? ഹാപ്പി ബർത്ത്ഡേ പറയും അല്ലേ? അപ്പൊ അത് നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയുന്നത് നോക്കൂ. നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അപ്പൊ നമുക്ക് ആരെങ്കിലും നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? തിരിച്ച് താങ്ക്സ് പറയും അല്ലേ? താങ്ക്സ്. അപ്പൊ വീട് എന്ത് പറഞ്ഞു? താങ്ക്സ്. ആട്ടവും പാട്ടും എല്ലാം ഉണ്ട്. പൂങ്കിളിയെ നീയും പങ്കുചേരണേ. തീർച്ചയായും. അപ്പൊ പൂങ്കിളിനെയും എന്ത് ചെയ്തു? പിറന്നാൾ ആഘോഷത്തേക്ക് നമ്മുടെ വീട് ക്ഷണിച്ചു. അപ്പൊ നമ്മുടെ പൂങ്കിളി എന്ത് പറയാണ്? ഞാനും വരാന്ന് പറയാണ് അല്ലേ? നെക്സ്റ്റ് പേജ്. ആദ്യം ഉറുമ്പുകൾ ജാതിയായി വന്നു. അങ്ങനെ
എന്തായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അതായത് അവിടുത്തെ പിറന്നാൾ ആഘോഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യം വരുന്നത് ഉറുമ്പുകളാണ് വരുന്നത് അല്ലെ? ഉറുമ്പുകൾ വന്നു. എങ്ങനെയാ വരുന്നത്? ജാഥയായിട്ട്. ഉറുമ്പുകൾ വരുന്നത് കണ്ടിട്ടില്ലേ? വരിവരിയായിട്ട് വരും അല്ലേ? അതാണ് ജാഥയായി എന്ന് പറയുന്നത്. ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട്. അതായത് ക്ഷണം കിട്ടിയിട്ടാണ്, പിറന്നാൾ ആഘോഷത്തിന് ക്ഷണം കിട്ടിയിട്ടാണ് അവർ വരുന്നത്. ക്ഷണം അക്ഷരം ശ്രദ്ധിച്ചു നോക്കിക്കേ. കായും ഷായും കൂടെ ചെയ്യുന്നതാണ് ക്ഷണം എന്ന് വെച്ചാൽ ഇൻവൈറ്റ് ചെയ്യുക. നമ്മൾ കല്യാണത്തിന് ക്ഷണിക്കും, അതുപോലെ എന്താണ് പിറന്നാളിനൊക്കെ ക്ഷണിക്കാറില്ലേ? അതിനെയാണ് നമ്മൾ ക്ഷണം എന്ന് പറയുക കേട്ടോ. ഇൻവൈറ്റ് ചെയ്യുക. സ്വാഗതം വീട് പറഞ്ഞു. വരുന്ന ഗസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യണം? വീട് വെൽക്കം ചെയ്യാണ് സ്വാഗതം പറഞ്ഞിട്ട്. ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി. എന്താ സംഘഗാനം പറഞ്ഞ? ഗ്രൂപ്പ് സോങ്. ഗ്രൂപ്പായിട്ട് കുറേ പേര് ചേർന്ന് പാടില്ലേ? അതാണ് സംഘഗാനം. അതുവഴിയും ഇതുവഴിയും അകത്തു കയറി. അങ്ങനെ ഉറുമ്പുകളൊക്കെ എന്ത് ചെയ്തു? വീടിനകത്ത് കയറി. ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു. സോഫ, വീട് കൊണ്ടാണ് കേക്ക് എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാം എന്തായിരിക്കും? കേക്കായിരിക്കും അല്ലേ? അപ്പൊ ചോണനുറുമ്പ് എന്ത് ചെയ്തു? സോഫയാണ്. ആരാണ് സോഫ കഴിച്ചത്? ചോണനുറുമ്പ്. എന്ത് പറഞ്ഞു? ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു പറഞ്ഞാൽ കഴിക്കുകയാണ് കേട്ടോ. ആസ്വദിച്ച് കഴിക്കുകയാണ്. എന്നിട്ട് എന്താ പറയണത്? എന്താ സ്വാദ്. അടുത്തത് നെയ്യുറുമ്പ് എന്താ പറഞ്ഞത്? നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി എന്ന് വെച്ചാൽ നെയ്യുറുമ്പ് മേശയാണ് കഴിക്കാൻ തുടങ്ങിയത്. മേശ കഴിച്ചിട്ട് നെയ്യുറുമ്പ് എന്ത് പറഞ്ഞു? എന്താ മധുരം. നെക്സ്റ്റ്, ഇത് വീടല്ല കേക്കാ. ഇത് കേക്കല്ല വീടാ. ഇത് കേക്കു വീടാ. ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു. അങ്ങനെ ഉറുമ്പുകൾ എന്ത് പറയാണ്? ഇത് വീടല്ല കേക്കാന്ന് പറയണം. അപ്പൊ വേറെ കുറച്ച് ഉറുമ്പുകൾ എന്ത് പറയാണ്? ഇത് കേക്കല്ല വീടാന്ന് പറയണം. അപ്പൊ അവര് അവസാനം ഒന്നിച്ചെന്ത് പറഞ്ഞു? ഇത് കേക്കു വീടാന്ന് പറയാണ്. അങ്ങനെ ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു എന്ന് വെച്ചാൽ മൈന എന്താ കഴിച്ചത്? അടുക്കള ഭാഗമാണ് കഴിക്കുന്നത് അല്ലേ? എന്നിട്ട് മൈന എന്ത് പറഞ്ഞു? സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദ്. മയില് കിടപ്പുമുറിയിലേക്ക് തല നീട്ടി എന്ന് വെച്ചാൽ കിടപ്പുമുറിയാണ്, ബെഡ്റൂമാണ് മയില് കഴിക്കാൻ തുടങ്ങിയത്. മിഠായി കൊണ്ടുള്ള തലയാണ വായിലാക്കി എന്ന് വെച്ചാൽ മിഠായി കൊണ്ടുള്ള തലയാണ എന്ത് ചെയ്തു? മയില് കഴിക്കാൻ തുടങ്ങി. കഴിച്ചിട്ട് എന്താ പറഞ്ഞത്? നല്ല മിഠായി, നല്ല സ്വാദ്. എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു. കണ്ടവർക്കെല്ലാം, അപ്പൊ മയിൽ എന്ത് ചെയ്തു? ആസ്വദിച്ച് നൃത്തം വെക്കുകയാണ് അല്ലേ? അപ്പൊ കണ്ടവർക്കെല്ലാം എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? അവിടെ 4 വാക്ക് കൊടുത്തിട്ടുണ്ട്. ആനന്ദം, ദുഃഖം, നിരാശ, വെറുപ്പ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? അതാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വാക്ക് എഴുതിയത് എന്നുള്ളത് പറയണം. അത് എന്താണ് കാരണം എന്ന് പറയണം. എല്ലാവരും ആനന്ദം എന്ന് എഴുതില്ല, എല്ലാവരും ദുഃഖം എന്ന് എഴുതില്ല അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഏത് വാക്കാണ് ഇവിടെ കറക്റ്റ് ആയി തോന്നുന്നത്? മയിലിന്റെ നൃത്തം കാണുന്ന സമയത്ത് എന്താണ് തോന്നുക? സങ്കടമാണോ തോന്നുക? അല്ലെങ്കിൽ വെറുപ്പോ നിരാശയോ ഒക്കെയാണോ തോന്നുക? അല്ല അല്ലെ? എന്താ തോന്നുക? ആനന്ദം, സന്തോഷമല്ലേ നമുക്ക് തോന്നുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ആനന്ദം എന്ന് എഴുതുക. അടുത്തത് ആരാണ് വീട്ടിലേക്ക് വരുന്നത്? മുന്നിലൂടെ നായ വന്നു, പിന്നിലൂടെ പൂച്ച വന്നു. അടുത്ത ആര് വന്നു? നായ മുന്നിലൂടെയും വന്നു, പിന്നിലൂടെ ആര് വന്നു? പൂച്ച വന്നു. പിൻഭാഗത്ത് നിന്നും പൂച്ച തിന്നു തുടങ്ങി. അങ്ങനെ പിൻഭാഗത്ത് നിന്ന് പൂച്ചയ്ക്ക് നായ്ക്ക് വീടിനകത്ത് കയറാൻ പറ്റുമോ? ഇല്ല അല്ലെ? ചെറിയ വീടാണ്. അപ്പൊ പിൻഭാഗത്ത് നിന്ന് പൂച്ച എന്ത് ചെയ്യാണ്? കേക്ക് കഴിച്ചു തുടങ്ങി. പിൻഭാഗത്ത് നിന്നും പൂച്ച തിന്നു തുടങ്ങി. എന്നിട്ട് എന്താണ് പൂച്ച പറയുന്നത്? ഹായ് പഞ്ചാര മധുരം എന്നാണ് നമ്മുടെ പൂച്ച പറയുന്നത്. മുൻഭാഗത്ത് നിന്നും നായ തിന്നു തുടങ്ങി. നായ മുൻഭാഗത്ത് നിന്ന് കേക്കിന്റെ മുൻഭാഗത്ത് തിന്നു തുടങ്ങി, കഴിച്ചു തുടങ്ങി. എന്നിട്ട് എന്ത് പറഞ്ഞു? നായ എന്ത് പറഞ്ഞു? ഹായ് തേൻ മധുരം എന്ന് പറയാണ് അല്ലെ? അപ്പൊ എന്താണ് പൂച്ച പറഞ്ഞത്? ഹായ് പഞ്ചാര മധുരം. നായ എന്ത് പറഞ്ഞു? ഹായ് തേൻ മധുരം. നെക്സ്റ്റ്, അകത്ത് ആളുണ്ടേ, തിന്നല്ലേ. ഉറുമ്പുകൾ ബഹളം വെച്ചു, പുറത്തേക്ക് ചാടി. അപ്പൊ ഇങ്ങനെ മൊത്തം കഴിക്കുകയാണ് അല്ലെ? കഴിച്ചു തുടങ്ങി. എന്ത് സംഭവിക്കും? വീടിനകത്ത് ആരുണ്ട്? ഉറുമ്പുകളുണ്ട്. അപ്പൊ ഉറുമ്പുകളെയും കഴിക്കും അല്ലെ? അത് പേടിച്ചിട്ട് ഉറുമ്പുകൾ എന്ത് പറയാണ്? അകത്ത് ആളുണ്ടേ, തിന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഉറുമ്പുകൾ എന്ത് ചെയ്തു? ബഹളം വെച്ചിട്ട് പുറത്തേക്ക് ഓടി അല്ലെ? പുറത്തേക്ക് ചാടി. എന്നിട്ട് എന്ത് ചെയ്യണം? അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു. കടിയുറുമ്പുകൾ നായയുടെ മുഖത്ത് കയറി. മുഖമാകെ കടിയോട് കടി, മൂക്കിലും ചിലത് കയറി. അങ്ങനെ ഉറുമ്പുകൾ എല്ലാവരും കൂടെ ചേർന്ന് പൂച്ചയും നായയും ആക്രമിച്ചു. ആയ് ചീ. നായ ഒറ്റ തുമ്മുന്ന ശബ്ദമാണ് ഇവിടെ ഈ എഴുതിയിരിക്കുന്നത്. ആയ് ചീ എന്ന് പറയുന്നത് തുമ്മുന്ന ശബ്ദമാണ്. നായ ഒറ്റ തുമ്മൽ, പൂച്ചയും നീട്ടി ഒരൊറ്റ തുമ്മൽ. മേൽക്കൂര കുലുങ്ങി, കേക്ക് വീട് ചിതറിത്തെറിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? കേക്ക് വീട് തകർന്നു അല്ലെ? കേക്ക് വീട് തകർന്നു. ഇവിടെ നമുക്ക് ചോദ്യം എന്താണ്? കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? അതായത് കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? മുറികൾ ഏതൊക്കെയാണ്? അവിടെ ഉണ്ടാവുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്തൊക്കെ മുറികളുണ്ട്? കിടപ്പുമുറി പറയുന്നുണ്ട്, അടുക്കള പറയുന്നുണ്ട്. ഉപകരണങ്ങൾ സോഫ, മേശ, കട്ടിൽ, തലയണ, പാത്രങ്ങള്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയാമെങ്കിൽ എഴുതി ചേർക്കാം.
എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ നമ്മളിപ്പോൾ വായിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ എടുത്ത് എഴുതുക. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ചോണനുറുമ്പ് സോഫ നോട്ടി നുണഞ്ഞു എന്താ സ്വാദം, നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി എന്താ മധുരം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ രണ്ട് വരികൾ എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് ചെറിയൊരു പാട്ടാണ്. പാട്ടിന്റെ പേരെന്താ? അടുക്കളപ്പാട്ട്. എന്താ പാട്ടിന്റെ പേര്? അടുക്കളപ്പാട്ട്. അല്ലെ, അടുക്കള എന്ന് വെച്ചാൽ എന്താ? കിച്ചൺ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. അതിനിടയിൽ വിട്ടുപോയ വാക്കുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. അടുക്കി വയ്ക്കണം അടുക്കള, ഒതുക്കി വയ്ക്കണം അടുക്കള, അരച്ചിടും പിന്നെ ചതച്ചിടും, വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും, കലക്കിയും പിന്നെ കുറുക്കിയും, തിളപ്പിച്ചും പിന്നെ എന്താ? പിന്നെ പതിപ്പിച്ചും, കഴുകിയും പിന്നെ ഉണക്കിയും, അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കളപ്പണി ചെയ്യണം. അടുക്കി വയ്ക്കണം അടുക്കള, നമ്മൾ ഒതുക്കി വയ്ക്കണം അടുക്കള. അപ്പൊ എന്താണ് അടുക്കള എന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നതൊക്കെ അടുക്കളയിലല്ലേ. അപ്പൊ എങ്ങനെയാണ് അടുക്കളയിൽ പണികളൊക്കെ ചെയ്യുന്നത് ആരാ? അമ്മ മാത്രമാണോ, അല്ലെങ്കിൽ ചേച്ചി മാത്രമാണോ, അനിയത്തി മാത്രമാണോ? അല്ല അല്ലെ, എല്ലാരും കൂടെ ചേർന്ന് ചെയ്യണം അടുക്കള പണികൾ എന്നാണ് നമ്മൾ ഈ പാട്ടിലൂടെ നമ്മൾ പഠിക്കുന്നത് അല്ലേ. ആൺകുട്ടികളും ചെയ്യണം അടുക്കള ജോലികൾ, ആൺകുട്ടികളും ചെയ്യണം. അമ്മനെയും ചേച്ചിനെയും എല്ലാം സഹായിക്കണം. അതുപോലെ തന്നെ അച്ഛനുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്ത്, ഇവിടെ നോക്കൂ, ചിത്രം നോക്കിക്കേ. ഇവിടെ ആൺകുട്ടിയുണ്ട്, അവന്റെ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ആരാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്? അച്ഛനാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എല്ലാരും കൂടെ ഒത്തുചേർന്ന് പണി ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? അടുപ്പമുള്ളവരാവുന്നത്. അടുപ്പമുള്ളവരാവാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അടുക്കള പണി ചെയ്യണം. അടുക്കളയിലുള്ള ജോലികളെല്ലാം ചെയ്താലാണ് കൂടുതൽ വീട്ടിൽ അടുപ്പം ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അടുത്തത് എന്തെല്ലാമാണ് അടുക്കള ജോലികൾ, ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ടിക്കിടൂ. അപ്പൊ അടുക്കള ജോലികൾ ഓരോന്നോരോന്നായി ഇവിടെ എഴുതുക. ഇവിടെ അച്ഛൻ എഴുതിയിട്ടുണ്ട്, അമ്മ എഴുതിയിട്ടുണ്ട്, ഞാൻ എന്ന് വെച്ചാൽ നിങ്ങൾ. പിന്നെന്താ? നിങ്ങളുടെ ചേച്ചി എഴുതാം, ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ, അനുജത്തി, അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരുടെ പേരുകൾ എഴുതാം. അതിനുശേഷം അടുക്കള ജോലികളാണ് എഴുതേണ്ടത്. നമ്മളിവിടെ ചേച്ചിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അടുക്കള ജോലികൾ പാത്രം കഴുകൽ, നിലം തുടക്കൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പച്ചക്കറി അരിയൽ, പാചകം ചെയ്യൽ, തേങ്ങ ചിരവൽ എഴുതിയിട്ടുണ്ട്. വേറെ അടുക്കള ജോലികൾ എഴുതി ചേർക്കുക. പാത്രം കഴുകൽ ആർക്കൊക്കെ ചെയ്യാം? അച്ഛൻ, അമ്മ. അതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളാണെങ്കിൽ നിങ്ങൾക്കും കഴുകാം അല്ലെ. പിന്നെ ചേച്ചി. നിലം തുടക്കല് അതുപോലെ അച്ഛൻ ചെയ്യും, അമ്മ ചെയ്യും. പിന്നെ പച്ചക്കറി അരിയല് അച്ഛൻ, അമ്മ, ചേച്ചി. നിങ്ങളെ കൊണ്ട് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കില്ല അല്ലെ. കാരണം എന്താണ്? കൈമുറി എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കില്ല. പാചകം ചെയ്യല് ആർക്കൊക്കെ ചെയ്യാം? അച്ഛൻ, അമ്മയ്ക്കൊക്കെ ചെയ്യാം. അതുപോലെ നിങ്ങൾ സ്വയം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ അടുക്കള ജോലികളാണുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ ജോലികളാണ് ചെയ്യുക എന്നാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് വീണ്ടും ഒരു പാട്ടാണ്. പാട്ടിന്റെ പേര് പിറന്നാൾ മധുരം. എന്താ പാട്ടിന്റെ പേര്? പിറന്നാൾ മധുരം. നമുക്ക് വായിച്ചു നോക്കാം. തെയ്ത് തിന്തക തിന്താര, തിന്തക തിന്തക തെയ്താരോ, വീടേ നിന്റെ പിറന്നാളിന് കൂടെയുള്ളവരാരെല്ലാം, മിഠായിപ്പൊതി കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവരാരെല്ലാം, വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു, അച്ഛൻ, അമ്മ, അനിയത്തി, ചേട്ടനനിയൻ, ചേട്ടത്തി, പല്ലില്ലാത്തൊരു മുത്തശ്ശി, മിഠായിക്കായി കൈനീട്ടുന്നു. ആരൊക്കെയാണ് പിറന്നാളിന് കൂടെയുള്ളത്? ആരൊക്കെയാണ്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ചേട്ടനുണ്ട്, അനിയനുണ്ട്, ചേട്ടത്തിയുണ്ട്. പിന്നെ ആരാളുള്ളത്? പല്ലില്ലാത്തൊരു മുത്തശ്ശി ഉണ്ട് അല്ലെ. എല്ലാരും മിഠായിക്കായി കൈനീട്ടുന്നു. ഒരു പിറന്നാൾ ആഘോഷത്തെ കുറിച്ചാണ് എന്ത് പറയുന്നത് ഈ കവിതയിൽ പറയുന്നത്. അടുത്തത് എന്റെ വീട്ടിലുള്ളവർ. ചിത്രം വരയ്ക്കാം. അപ്പൊ നിങ്ങളുടെ ഫാമിലി പിക്ചർ ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിലുള്ള ആരൊക്കെയാണ്? നമ്മളിവിടെ ചിത്രത്തിൽ കാണുന്നില്ലേ? ഈ കുട്ടീന്റെ ചുറ്റും നോക്കി അച്ഛൻ, അമ്മ, അനിയത്തി, ചേട്ടൻ അല്ലേ. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവർ, നിങ്ങളുടെ ഫാമിലി പിക്ചർ ഇവിടെ വരയ്ക്കുക. ടീച്ചർ പറയുന്ന സമയത്ത് ഓരോരുത്തരെയും പരിചയപ്പെടുത്തുക. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുക. എന്റെ പേര്, നിങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. എന്റെ പേര് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് അഭിനവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ചേച്ചിയും പിന്നെ ഒരു കുഞ്ഞു അനുജത്തിയും ഉണ്ട്. എൻ്റെ വീട് മാന്തുരുത്തി എന്ന ഗ്രാമത്തിലാണ്. എൻ്റെ സ്കൂളിന്റെ പേര് GHS മാന്തുരുത്തി എന്നാണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി ചേർക്കാൻ പറ്റും. അടുത്തത് പറഞ്ഞു കളിക്കാം എഴുതാം. വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങൾ, ഈ പറയുന്ന അക്ഷരങ്ങൾ വരുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് വീട്ടിലുള്ളത്, അതെന്ത് ചെയ്യുക? അത് ഓരോന്നായിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. കാ വെച്ച് നമുക്ക് എന്തെഴുതാം? നിങ്ങളുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ: കസേര, കട്ടിൽ, കത്തി. ചാ വെച്ച് ചിരവാട്ട, അടുപ്പ്, TV, തവി, പാത്രങ്ങള്. അങ്ങനെ വേറെ എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടോ അതെല്ലാം എഴുതി ചേർക്കാം. അടുത്ത ഇഷ്ടമുള്ള അക്ഷരം എഴുതി അതിൽ തുടങ്ങുന്ന ഉപകരണങ്ങളുടെ പേരുകൾ എഴുതുക. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ വേറെ അക്ഷരങ്ങൾ എഴുതുക. ആ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ എന്ത് ചെയ്യുക? ഉപകരണങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. ഇപ്പോൾ മായം വെച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത് മേശ, മുറം, മിക്സി, ഫാൻ, സോഫ.
ആ അമ്മിക്കല്ല്, ആ ആട്ടുകല്ല്, അത്രയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാം, ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഇവിടെ ചെറിയൊരു കവിത തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് വാക്ക് വിട്ടുപോയിട്ടുണ്ട് അല്ലേ, അതും കൂടെ എഴുതി ചേർക്കണം. എന്താണ്, നമുക്കത് വായിക്കാം. ആയിട്ടായി മിഠായി. ആയിട്ടായി കഴിഞ്ഞിട്ട് എന്ത് എഴുതണം, ഇവിടെ എഴുതേണ്ട വാക്ക് മിഠായി എന്നാണ്. മീ എഴുതുന്നത് എങ്ങനെയാ, മാ ഇട്ടിട്ട് ദീർഘം ഇടുക, ട പൂജ്യം പോലത്തെ ടായാണ് കേട്ടോ, മിഠായി എന്നാണ്. ആയിട്ടായി മിഠായി. തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നുമ്പോഴെന്തിഷ്ടമായി. തിന്നു കഴിഞ്ഞാൽ, ഇവിടെ എന്ത് എഴുതണം, തിന്നു കഴിഞ്ഞാൽ. തിന്നു എന്ന് എങ്ങനെ എഴുതുക, അത് അവിടെ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി എഴുതിയിട്ടുണ്ട്. തിന്നു എന്ന് എഴുതുക. എന്നിട്ട് തിന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞാൽ എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക, ആദ്യം എന്ത് എഴുതണം, കാ എഴുതണം. അതിനുശേഷം എന്തെഴുതണം, ഴ. കഴിഞ്ഞാൽ, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി അല്ലേ. അപ്പൊ എന്താണ്, ഒരു ചെറിയൊരു കവിതയാണിത്. ആയിട്ടായി മിഠായി, ആയിട്ടായി മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 10ാമത്തെ പാഠം. 10ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായോ? വീട് കേട്ടണം ടിയ. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.